അബൂ ത്വാലിബുള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ കയ്യോങ്ങാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എന്തെങ്കിലും ചെയ്യാനോ ആർക്കും ധൈര്യമില്ല. അബൂ ത്വാലിബ് നൽകിയ പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്. അബൂ ത്വാലിബ് വഫാത്തായ അന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നപ്പോ ശത്രുക്കൾ തലയിലേക്ക് മണ്ണ് വാരിയിട്ടു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിൽ നിന്ന് പെൺകുട്ടികളാകുന്ന സൈനബ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീവിയൊക്കെ മണ്ണിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മൂത്താപ്പ അബൂ ത്വാലിബ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. വല്ലാഹി ലൻ യസ്വിലു ഇലൈക ബിഅസ്രിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. ആ വാക്ക് എത്ര യാഥാർത്ഥ്യം. എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരൊറ്റ കുട്ടിയും തങ്ങളുടെ അടുത്തേക്ക് അടുക്കുകയില്ല. എതിർപ്പുള്ള ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യൂല. അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ മരിച്ച് മണ്ണിലെത്തണം. ശരിയല്ലേ? ആ വാക്ക് എത്ര യാഥാർത്ഥ്യമാണ്. അബൂ ത്വാലിബുള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ധൈര്യം വന്നിട്ടില്ല. അബൂ ത്വാലിബിന്റെ സംരക്ഷണമാണത്. അത്രയും വലിയ കാവലാണ് അബൂ ത്വാലിബ് നൽകിയത്. നമുക്ക് ഏറ്റവും കാവലുള്ള ഒരാൾ മരിച്ചു പിരിയുമ്പോഴുള്ള ദുഃഖം സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇതാർക്കാണ് ഈ വലിയ കാവലും ആശ്രയവും നൽകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.